بسم الله الرحمن الرحيم. അതുകൊണ്ട് മുഅ്മിനേ, നമ്മുടെ കൽബുകൾ പള്ളികളാക്കുക, അത് ശുദ്ധമാക്കുക. നമ്മുടെ ഇടയിലുള്ള അടിപിടികളും കോലാഹലങ്ങളും ഒഴിവാക്കുക. കുടുംബത്തിന്റെ പേര് പറഞ്ഞ് വർഗീയതയുടെ, രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ സാമൂഹികമായ നിങ്ങളുടെ ബന്ധങ്ങളുടെ പേര് പറഞ്ഞോ ഒന്നിനു വേണ്ടിയും പള്ളിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. പള്ളിയിൽ നമ്മൾ കാരണം ഒരു അഭിപ്രായ വ്യത്യാസം പോലും വരാൻ പാടില്ല. ഈ വെസ്റ്റ് മുടിക്കൽ പള്ളി നിലനിൽക്കണോ? ഇതിന് അല്ലാഹുവിന്റെ കാവലുണ്ടാകണോ? ഈ 4 കെട്ട് കോമ്പൗണ്ടിന്റെ ഉള്ളിൽ വന്നിട്ട് ഒരുത്തനും ഒരു വലിയ അഭിപ്രായം പറയരുത്. ഇത് അള്ളാഹുവിന്റെ പള്ളിയാണ്. ഇവിടെ റബ്ബിന്റെ നിലപാടാണ് നടക്കേണ്ടത്. അള്ളാന്റെ റസൂല് തന്നെ പറഞ്ഞു, സയഅതി സമാനുൻ അലാ ഉമ്മത്തി, ഈ കാലഘട്ടത്തിന്റെ അവസാനം ഒരു സമുദായം വരാനുണ്ട് സ്വഹാബാ, യർഫഊന അസ്വാതം ഫിൽ മസ്ജിദി, അള്ളാന്റെ പള്ളികളിൽ ആവശ്യമില്ലാതെ ശബ്ദം ഉയർത്തുന്നവര്, അവർ കമ്മിറ്റി കൂടുമ്പോ, പൊതുയോഗം കൂടുമ്പോ പള്ളിയുടെ കോമ്പൗണ്ട് ആണെന്നുള്ള ബോധം അവർക്കുണ്ടാവൂല. അവർ പലതിന്റെ പേരിൽ അവിടെ ശബ്ദം ഉയർത്തുന്നവരായിട്ട് മാറും. അങ്ങനെ ആ പള്ളികൾ എത്രയോ കേരളത്തിന്റെ പള്ളികൾ വഖഫ് ബോർഡിന്റെ കീഴിലായി. നമ്മുടെ എറണാകുളം ജില്ലയിൽ പോലും സംഘടനാ തിരിഞ്ഞടി ഉണ്ടാക്കിയതിന്റെ പേരിൽ എത്ര പള്ളികളാണ് സഹോദരങ്ങളെ ജമാഅത്ത് കമ്മിറ്റിയുടെ കൈവിട്ടു പോയത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഈ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ പള്ളികൾ സംരക്ഷിക്കാനും അത് നിലനിർത്താനും നമ്മൾ തന്നെ, നമ്മുടെ മഹൽ 280 പേരുണ്ടോ? ഇത് ഒരാളുടെ പള്ളിയല്ല, ഒരാൾക്ക് അവകാശപ്പെട്ടതല്ല, 250 പേരുടെയും പള്ളിയാണ്. ഇത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം 250 പേർക്കുമാണ്. അതൊരു ജമാഅത്ത് കമ്മിറ്റിയിൽ സംരക്ഷിതമായതല്ല, അതൊരു ഖത്തീബിന്റെയോ മുഅദ്ദിന്റെയോ തലയിലല്ല, അത് 250 പേരുടെയും ഉത്തരവാദിത്തമാണ്. ഈ പള്ളി നിലനിൽക്കണം, അതിന് എന്തെല്ലാം കാവല് വേണം, അത് മുന്നോട്ട് പോകാൻ എത്ര സമ്പത്ത് വേണം, അതിന് എന്തെല്ലാം സംവിധാനങ്ങൾ വേണം. 280 കുടുംബക്കാരോടും അള്ളാഹുവിന്റെ ചോദ്യമുണ്ടാകും. കാരണം ലോകാവസാനമാകുമ്പോ പള്ളികൾ തകർക്കപ്പെടുകയാണ്, പള്ളികൾ ഫിത്നയിലാവുകയാണ്. അതുകൊണ്ട് മുസ്ലിമേ, ഫാസിസം ഒരു ഭാഗത്ത് പള്ളികൾ തകർക്കാൻ വേണ്ടി അജണ്ട ഇടുമ്പോ കാരണവന്മാര് കൂടി വിയർപ്പൊഴുക്കി തന്ന നമ്മുടെ പള്ളികൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എന്റെയും നിങ്ങളെയും കയ്യിലാണ്. അതുകൊണ്ട് നമ്മൾ പള്ളികളിൽ സൂക്ഷ്മത പാലിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.